മാസപ്പടി കേസിൽ ഇഡിയുടെ ചോദ്യം ചെയ്യലിന് കൊച്ചിയിൽ ഹാജരാകുന്നതിൽ സാവകാശം തേടി വീണ വിജയൻ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് സാവകാശം തേടിയത്. പുതിയ തീയതിയുടെ കാര്യത്തിൽ ഉടൻ തീരുമാനമെടുക്കുമെന്ന് ഇഡി പറഞ്ഞു. ഒപ്പം ആവശ്യമായ രേഖകൾ ഇഡിക്ക് കൈമാറാമെന്നും വീണ അറിയിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ കൊച്ചിയിൽ നിന്നും ചെയ്യുന്നുണ്ട്. ജിജീഷ്, അങ്ങനെ രാഖി സൂചിപ്പിച്ചതുപോലെ ചൂട് പിടിക്കുകയാണ്, CPM ആള് കത്തുകയാണ്, വീണയ്ക്ക് അതിനേക്കാളേറെ. എങ്ങനെയാണ് ഇപ്പോൾ സാവകാശം തേടിയിരിക്കുന്നത്? എന്തൊക്കെ വിശദാംശങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പങ്കുവയ്ക്കാൻ കഴിയുന്നത്? അശ്വതി, രാഖി, ഇക്കാര്യത്തിൽ ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ഒരു ആദ്യ ശ്രമം തന്നെ വീണയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നാളെ ഹാജരാകാനുള്ള സമൻസിൽ ഹാജരാകാൻ കഴിയില്ല എന്നും അഭിഭാഷകൻ മുഖേനയാണ് അറിയിച്ചിരിക്കുന്നത്. മറ്റേ ചോദ്യങ്ങൾക്കെല്ലാം തന്നെ കൃത്യമായ മറുപടികൾ നൽകിയാൽ മതിയോ എന്നൊരു ചോദ്യം കൂടി പറയുന്നുണ്ട്. തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ കൊച്ചിയിലേക്കുള്ള യാത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നാണ് വീണ സൂചിപ്പിക്കുന്നത്. സ്വാഭാവികമായും ഈ അവധി അനുവദിക്കാൻ തന്നെയാണ് സാധ്യത. രാവിലെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് വീണയുമായി ബന്ധപ്പെട്ട വാർത്തയിൽ തന്നെ സൂചിപ്പിച്ചിരുന്നു, വീണ ഒരുപക്ഷെ നാളെ ഹാജരായേക്കില്ല. അത്തരം കാര്യങ്ങൾ ഔദ്യോഗികമായി അല്ലെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വൃത്തങ്ങളിൽ നിന്ന് ഔദ്യോഗിക സ്ഥിരീകരണം കൂടിയാണ് ഇനി ലഭിക്കാനുള്ളത് എന്ന് വ്യക്തമാക്കിയിരുന്നു. അതുപോലെ തന്നെ അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു, വീണ അത്തരത്തിലുള്ള ഒരു ഇമെയിൽ സന്ദേശം ഇന്നലെ രാവിലെ അയച്ചിട്ടുണ്ട്. അതുപ്രകാരം തനിക്ക് ഹാജരാകാൻ കഴിയില്ലെന്നും ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നും മറ്റൊരു ദിവസത്തേക്ക് സമൻസ് മാറ്റണമെന്നുമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്നാണ് ഇക്കാര്യത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ ഒരു യോഗം ചേർന്ന് അല്ലെങ്കിൽ അന്വേഷണ സംഘം ഒന്ന് കൂടിയിരുന്ന് ആലോചിച്ച ശേഷം അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം, ഈ അവധി അനുവദിക്കണമോ എന്നത് സ്വാഭാവിക രീതി അനുസരിച്ച് ഇത്തരത്തിൽ ആദ്യഘട്ടത്തിൽ അല്ലെങ്കിൽ ഒരു തവണയോ രണ്ട് തവണയോ എല്ലാം തന്നെ അന്വേഷണ സംഘങ്ങൾ അവധി അനുവദിക്കാറുണ്ട്. പ്രത്യേകിച്ച് മാനുഷിക പരിഗണന എന്ന നിലയിലും ആരോഗ്യ പ്രശ്നങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത് എന്നതുകൊണ്ടുമെല്ലാം തന്നെ അവധി അനുവദിക്കാനാണ് സാധ്യത. എന്നാൽ വീണയെ സംബന്ധിച്ചിടത്തോളം ആദ്യ ദിവസം തന്നെ അല്ലെങ്കിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ട ആദ്യഘട്ടത്തിൽ തന്നെ ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. കാരണം നിർണായകമായ പല വിവരങ്ങളും അന്വേഷണ സംഘത്തിന് ചോദിച്ചറിയാനുണ്ട്. വീണയിൽ നിന്ന് അവർക്ക് മുന്നിൽ നിരവധി തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് SFIയുടെ കൈവശമുണ്ടായിരുന്ന അനുബന്ധ രേഖകൾ കൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൈവശം വന്നു ചേരുകയും ചെയ്തിട്ടുണ്ട്. വീണ വിജയനും ഒപ്പം തന്നെ കമ്പനിയുമായി ഉണ്ടാക്കിയ CMRലുമായി ഉണ്ടാക്കിയ കരാറുകൾ അടക്കമുള്ള രേഖകളാണ് ലഭിച്ചിരിക്കുന്നത്. അതിനെല്ലാം മറുപടി പറയാനുള്ള ഒരു എന്ത് പറയണമെന്ന് ആലോചിക്കാനുള്ള ഒരു സമയം കൂടിയായിരിക്കാം വീണ ഇത്തരത്തിൽ എടുക്കുന്നത്. തീർച്ചയായും ED ചോദ്യം മുനയിൽ നിന്ന് ഒഴിവായി കിട്ടാൻ വേണ്ടി ഇല്ലാത്ത അടവുകളൊക്കെ ഇങ്ങനെ പയറ്റിക്കൊണ്ടിരിക്കും. ഒരുപക്ഷെ നാളെ ഈ ചോദ്യം ചെയ്യൽ ഒഴിവായാൽ തന്നെ മറ്റൊരു ദിവസം വീണ്ടും ED വിളിപ്പിക്കും. അപ്പോൾ അടുത്തൊരടവെടുക്കും. അതെ, അത് തന്നെയാണ്. എന്തായാലും ചോദ്യം ചെയ്യലിന് ഹാജരായ മതിയാകും. പക്ഷേ സാവകാശം കിട്ടുമല്ലോ രാഖി, സാവകാശം കിട്ടും ശേഷം ചെല്ലാം എന്നുള്ളതാണെന്ന് തോന്നുന്നു.